ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇപ്പം തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇങ്ക് നമ്മുടെ വോട്ടിട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പുരട്ടുന്ന ഇങ്ക് കാരണം എൻ്റെ ചൂണ്ടുവിരലിലുണ്ടായിരുന്ന കംപ്ലൈൻ്റാണ്. കണ്ടോ, വോട്ടിടാനും ഞാനും കൂടെ പോയത്. മദർ എന്നോട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഇങ്ക് ഒഴിച്ച് കൈ മൊത്തവും കുറേ ദിവസം നഖച്ചുറ്റും കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത് കളിയാക്കി ചിരിച്ചു. അങ്ങനെയൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയി വോട്ടിട്ടിട്ട് വന്നു. വോട്ടിട്ടിട്ട് വന്നപ്പോൾ ഉള്ള അവസ്ഥയാണ്. ഇപ്പം ഏകദേശം വോട്ട് കഴിഞ്ഞിട്ടൊരു 20-30 ദിവസത്തിനകത്തായി. നഖത്തിൻ്റെ അവസ്ഥ ഉണ്ടോ, മൊത്തം അവിടെ ഒരു തരം ഫംഗസ് പോലെ വന്നിട്ട് ആ നഖം മൊത്തം അകത്തുനിന്ന് ഇങ്ങനെ ദ്രവിച്ചു പോയൊരവസ്ഥയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. യാതൊരു കുഴപ്പമില്ലാത്ത നഖമാണ്. ഇതുപോലുള്ള യാതൊരു പ്രശ്നമില്ലാത്ത നഖമായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ നഖത്തിൻ്റെ അവസ്ഥ കണ്ട. ഇതിപ്പോൾ ഒരുപാട് ഹീലായതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ക്ലോസപ്പിൽ ഞാൻ കാണിച്ചുതരാം. നോക്കിക്കോ, കണ്ട അവിടെ ഫുള്ള് ദ്രവിച്ചൊരു പരുവായി. ഈ ഇങ്ക് പോയിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഉള്ള നഖമൊക്കെ കൊഴിഞ്ഞു പോയി. അവിടെ നിന്നുള്ള ആ നഖത്തിൻ്റെ മെറ്റീരിയൽ ഫുള്ള് ദ്രവിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഈ ഇങ്കിനെന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഈ വോട്ടിന് പുരട്ടുന്ന എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. പ്ലീസ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഇനി വോട്ടെടുപ്പിന് തിരഞ്ഞെടുപ്പ് പിന്നെ നഖത്തിൻ്റെ തുമ്പിലോ എന്തെങ്കിലും മാത്രം പുരട്ടുക. ഇത് ഏകദേശം ആ മുകളിൽ ആ കാണുന്ന ബ്ലാക്ക് ഭാഗം മുതൽ താഴെ വരെ വരയ്ക്കുകയും ആ നഖത്തിൻ്റെ ഇടയ്ക്ക് ആ ഇങ്ക് സ്പ്രെഡാവുകയും ചെയ്തായിരുന്നു. എനിക്കിതുവരെ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ തിരഞ്ഞെടുപ്പിലാണ് ഇങ്ങനെ ഉണ്ടായത്. ഈ 2026 നമ്മുടെ MLA ഇലക്ഷൻ്റെ ഇതിന് വോട്ടിടാൻ പോയതാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്.